നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ബദറും ഉഹുദും കഴിഞ്ഞ് ഇസ്ലാമിക ചരിത്രത്തെ മറ്റൊരു ദിശയിലേക്ക് മാറ്റിവരച്ച ഖന്തഖ് അഥവാ കിടങ്ങ് യുദ്ധത്തിന്റെ കാണാപ്പുറങ്ങളിലേക്കാണ് നമ്മൾ കണ്ണോടിക്കുന്നത്. വെറുമൊരു യുദ്ധവിവരണം എന്നതിനപ്പുറം 6-ാം നൂറ്റാണ്ടിലെ ആ തന്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഇന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ചില രാഷ്ട്രീയ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ഇഴകീറി പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതുകൊണ്ട് ഒട്ടും തിരക്കുകൂട്ടാതെ ഹൃദയം തുറന്ന് ഈ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. ഉഹുദ് യുദ്ധം കഴിഞ്ഞപ്പോൾ അബുസുഫിയാൻ ഉയർത്തിയ ആ വെല്ലുവിളിയുണ്ടായിരുന്നു അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാമെന്നത്. പക്ഷേ പ്രകൃതിയുടെ കളി മറ്റൊന്നായിരുന്നു. കടുത്ത ക്ഷാമം കാരണം ആ വർഷം യുദ്ധം നടന്നില്ല. എങ്കിലും മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ അബുസുഫിയാൻ ഒരടവ് പയറ്റി. വമ്പിച്ച സൈന്യവുമായി വരികയാണെന്ന കള്ളവാർത്ത നഈം എന്നൊരാൾ വഴി മദീനയിലെത്തിച്ചു. പക്ഷേ ഭയത്തിനു പകരം 1500 പേരുമായി മുസ്ലിങ്ങൾ ബദറിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. യുദ്ധം ചെയ്യാൻ ആരുമില്ല. പകരം പ്രസിദ്ധമായ ബദർ ചന്തയിൽ കച്ചവടം നടത്തി വലിയ ലാഭവും കൊയ്താണ് അവർ മടങ്ങിയത്. ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ബദർ എന്നത് ഒരു ചന്തയായിരുന്നു എന്ന് ചരിത്രഗ്രന്ഥം തന്നെ പറയുന്നു. ഒരു ആദർശ പ്രബോധനത്തിനിടയിൽ എന്തുകൊണ്ടാണ് ഒരു കച്ചവട കേന്ദ്രം യുദ്ധക്കളമായി മാറുന്നത്? സമ്പത്തോ കൊള്ളയോ ആണോ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം എന്ന ഗൗരവകരമായ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഒരു പ്രതിരോധമെന്നത് സ്വന്തം വീടിനു മുന്നിലോ സേഫ് സോണിലോ നടക്കുമ്പോഴാണ് അതിന് നീതിയുക്തമായ മാനം കൈവരുന്നത്. ചന്തകളിലേക്ക് നീളുന്ന യുദ്ധതന്ത്രങ്ങൾ മറ്റൊരു കഥയാണ് നമുക്ക് പറഞ്ഞുതരുന്നത്. ഹിജ്റ 5-ാം വർഷത്തിലേക്കെത്തുമ്പോൾ സ്ഥിതി മാറുകയാണ്. മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട യഹൂദർ പ്രതികാരദാഹത്തിലായിരുന്നു. മറുവശത്ത് ഖുറൈശികൾ മുസ്ലിങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവസരം പാർത്തിരിക്കുന്നു. അങ്ങനെ യഹൂദരും ഖുറൈശികളും 42ഓളം വരുന്ന വ്യത്യസ്ത അറബ് ഗോത്രങ്ങളും ചേർന്ന് 10,000ഓളം വരുന്ന ഒരു മഹാസൈന്യം രൂപീകരിച്ചു. മദീനയെ ലക്ഷ്യമിട്ട് അവർ നീങ്ങുമ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളുമായി ആലോചന നടത്തി. ഇത്തവണ ഉഹുദിലെ തെറ്റ് ആവർത്തിക്കാതെ മദീനയ്ക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസിയാണ് ആ വിപ്ലവകരമായ യുദ്ധതന്ത്രം മുന്നോട്ടുവച്ചത്. മദീനയുടെ വടക്കുഭാഗത്ത് ഒരു വലിയ കിടങ്ങ് കുഴിക്കുക. പകലും രാത്രിയും നീണ്ട അധ്വാനമായിരുന്നു പിന്നീട്. 30 അടി വീതം സ്ഥലം ഓരോ 10 പേർക്കായി വീതിച്ചു നൽകി. വിശപ്പ് കഠിനമായിരുന്നു. വയർ ഒട്ടിപ്പോകാതിരിക്കാൻ കല്ലുകൾ വെച്ചുകെട്ടിയാണ് പ്രവാചകൻ അടക്കമുള്ളവർ മണ്ണുമാറ്റിയത്. ആ തണുപ്പിലും ആവേശം ചോരാതിരിക്കാൻ അവർ പാട്ടുകൾ പാടി. ഇതിനിടയിലാണ് ആ അത്ഭുത സംഭവം നടക്കുന്നത്. ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ പാറ കിടങ്ങിൽ പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ പ്രവാചകൻ തന്നെ ആയുധമെടുത്ത് അതിനെ വെട്ടി കഷ്ണങ്ങളാക്കി. എന്നാൽ ഈ അധ്വാനത്തിനിടയിലും ചിലർ വഞ്ചനയുടെ പാതയിലായിരുന്നു. മുനാഫിക്കുകൾ എന്ന് ചരിത്രം വിളിക്കുന്നവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ മുനാഫിക്കുകൾ? അവർ കേവലം നികൃഷ്ടജീവികളായിരുന്നോ? അല്ല, ബുദ്ധിയും യുക്തിയുമുള്ള, ചിലപ്പോൾ തൗഹീദിന്റെ ആദർശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാധാരണ മനുഷ്യരായിരുന്നു അവർ. ഒരു രാഷ്ട്രനേതാവ് എന്ന നിലയിൽ അവർ പ്രവാചകനെ അനുസരിച്ചിരിക്കാം, പക്ഷേ ആത്മീയമായി അവർക്ക് ആ ബോധ്യം ലഭിച്ചിരുന്നില്ല. സംശയങ്ങൾ ദൂരീകരിക്കാൻ തക്കവണ്ണമുള്ള ഉത്തരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ഏതൊരു മനുഷ്യനിലുമുണ്ടാകുന്ന സ്വാഭാവികമായ ആ ഉത്കണ്ഠയെയാണ് പിൽക്കാലത്ത് നാം ഭയാനകമായ പാപമായി ചിത്രീകരിച്ചത്. കിടങ്ങൊരുങ്ങി, ശത്രുക്കളെത്തി. ഈ പുതിയ യുദ്ധതന്ത്രം കണ്ട് അവർ അമ്പരന്നുപോയി. കുതിരപ്പുറത്ത് വന്ന് വാളെടുത്ത് പോരാടാൻ കഴിയാത്ത അവസ്ഥ. ഒടുവിൽ കിടങ്ങിന് അക്കരയിക്കരെ നിന്ന് അമ്പെയ്ത്ത് മാത്രമായി പോരാട്ടം ഒതുങ്ങി. ഇതിനിടയിൽ അമ്രുബ്നു വുദ് എന്ന വീരൻ കിടങ്ങ് ചാടിക്കടന്ന് വെല്ലുവിളിച്ചെങ്കിലും അലി അദ്ദേഹത്തെ നേരിട്ട് വധിച്ചു. ഈ യുദ്ധത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ കാണുന്നത് രക്തച്ചൊരിച്ചിലിന്റെയും കുതന്ത്രങ്ങളുടെയും കഥകളാണ്. പ്രവാചകന്റെ അമ്മാവിയായ സഫിയ ഒരു ജൂതനെ തലക്കടിച്ചു കൊല്ലുന്നതും അയാളുടെ വസ്ത്രങ്ങൾ തട്ടിയെടുക്കാൻ ആവശ്യപ്പെടുന്നതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വശത്ത് ശാന്തിയുടെ മതമെന്ന് പറയുമ്പോഴും മറുവശത്ത് യുദ്ധവും കൊള്ളയും വഞ്ചനയും തത്വദീക്ഷയില്ലാതെ നടക്കുന്നു എന്ന വൈരുദ്ധ്യം നമ്മൾ കാണാതിരുന്നുകൂടാ. യുദ്ധക്കളത്തിൽ മുസ്ലിങ്ങളെ സഹായിക്കാൻ ഗത്ഫാൻ ഗോത്രത്തിലെ നായ്മുബ്നു മുസ്ലിം രംഗത്തുവന്നു. അദ്ദേഹം രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ച വിവരം പുറത്തു പറയരുത് എന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചു. ശത്രുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ യുദ്ധം ഒരു തന്ത്രമാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നായും ചെയ്തത് ഒരു വലിയ ചതിയായിരുന്നു. യഹൂദരോടും ഖുറൈശികളോടും പരസ്പരം കള്ളം പറഞ്ഞ് അവരുടെ വിശ്വാസം തകർത്തു. ഒരു പ്രവാചകൻ ഇത്തരമൊരു വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കുന്നത് എങ്ങനെയാണ് കാരുണ്യത്തിന്റെ ദർശനമാകുന്നത്? ഇന്നും പല സംഘടനകളും ഇതേ ചതിയും കുതന്ത്രങ്ങളും തങ്ങളുടെ നിലനിൽപ്പിനായി ഉപയോഗിക്കുന്നുണ്ട്. കിസ്രയുടെയും കൈസരിന്റെയും സമ്പത്താണ് ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ആലോചിച്ചു നോക്കൂ, മരണപ്പെട്ടാൽ സ്വർഗവും ജീവിച്ചിരുന്നാൽ ലോകത്തിലെ വൻശക്തികളുടെ സമ്പത്തും. ഇതൊരു ആത്മീയ വിപ്ലവമാണോ അതോ ഒരു രാഷ്ട്രീയ അധിനിവേശമാണോ? സയ്യിദ് അബുൽ അലാ മൗദൂദിയെപ്പോലുള്ളവർ ഈ രാഷ്ട്രസങ്കല്പം ശരിയായി മനസ്സിലാക്കിയവരായിരുന്നു. ഇസ്ലാം എന്നത് അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ 6-ാം നൂറ്റാണ്ടിലെ ആ നിയമങ്ങൾ ഇന്ന് ജനാധിപത്യലോകത്ത് പ്രായോഗികമല്ലെന്ന് കണ്ടപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കുപോലും മൗദൂദിയെ തള്ളിപ്പറയേണ്ടി വന്നു. സുഹൃത്തുക്കളെ, ഖന്തഖ് യുദ്ധം അവസാനിച്ചത് പ്രകൃതിയുടെ ഇടപെടലിലൂടെയാണ്. കടുത്ത കാറ്റും തണുപ്പും കാരണം ശത്രുക്കളുടെ തമ്പുകൾ മറിഞ്ഞു വീഴുകയും അവർ പിന്മാറുകയും ചെയ്തു. ഈ ചരിത്രമെല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആരോടും വിദ്വേഷം വെച്ചല്ല,
മറിച്ച് മതത്തിന്റെ പേരിൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും എത്രത്തോളം മനുഷ്യത്വവിരുദ്ധമാണെന്ന് തിരിച്ചറിയാനാണ്. എല്ലാ മതങ്ങളും തങ്ങളുടെ ഇരുണ്ട വശങ്ങൾ മറച്ചുവെച്ച് വെള്ളപൂശാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് ഒന്നിച്ചു ജീവിക്കണമെങ്കിൽ ഈ വൈകൃത ചിന്തകളെ ഉപേക്ഷിച്ചേ മതിയാകൂ. ഒരു രോഗം മാറണമെങ്കിൽ ആദ്യം രോഗനിർണയം നടത്തണം. മതം വിതയ്ക്കുന്ന അശാന്തിയാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ ആ ആശയങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. വിശ്വാസം എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ആ വിശ്വാസം മറ്റുള്ളവരോടുള്ള പകയായോ യുദ്ധമായോ മാറരുത്. നമ്മൾ ആദ്യം മനുഷ്യരാകുക. ശാസ്ത്രവും വിവേകവും വളർന്ന ഈ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത യുദ്ധതന്ത്രങ്ങളിലല്ല, മറിച്ച് പരസ്പര സ്നേഹത്തിലാണ് നമ്മുടെ രക്ഷ. ആരോഗ്യത്തോടും ശാന്തിയോടും കൂടി ജീവിക്കുക എന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ആ തിരിച്ചറിവിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വളരാം. നന്മകൾ നേരുന്നു. നന്ദി.